ഹലോ, എല്ലാവർക്കും ശ്രേയാസ് വിലേക്ക് ഹാർദമായ സ്വാഗതം. അതെ, ഞാൻ ഒരു പ്രത്യേകതരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. എന്താണെന്നറിയാവോ? ഒരു ചെറുതായിട്ടൊരു സർപ്രൈസ് നിങ്ങളുടെ മുന്നിലോട്ട് എനിക്ക് വരാനുണ്ട്. പക്ഷേ എനിക്കത് പറയപ്പോൾ പറ്റത്തില്ല. നിങ്ങൾ കാത്തിരുന്നാൽ മതി. കാരണം എന്താണെന്ന് അറിയാവോ? ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഞ്ചങ്ങവും പഞ്ച് ആ പഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് കേൾക്കത്തില്ലല്ലോ. കാരണം ഈ പഞ്ച് പോയി നമ്മളിപ്പോൾ ഒരു കാര്യം കാണാൻ വേണ്ടിയിരിക്കുക. അത് നമ്മൾ സർപ്രൈസ് ആണെന്ന് പറയുമ്പോൾ അത് അവർ പറയുന്നു കേൾക്കാം. ഇങ്ങനെ പറഞ്ഞ് അവർ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു പഞ്ച് കാണത്തില്ല. എന്നിട്ട് ആ വീഡിയോ കാണുമ്പോൾ ഒരു രസവും കാണത്തില്ല. നമ്മൾ അങ്ങ് പോകും. അത് കേട്ടതാണ്, നാച്ചുറൽ നമ്മൾ കേട്ടാണ്. അപ്പോൾ കേൾക്കാൻ ഒരു സുഖം കാണത്തില്ല കേൾക്കാൻ. അപ്പം നിങ്ങൾ ഇത് കാണാനാണ്. അപ്പം നിങ്ങൾ എന്തൊക്കെയായാലും കാണുക. അപ്പം ഞാൻ ഈ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ എനിക്ക് പറയാൻ പറ്റില്ല ഗൈസ്. അല്ലെങ്കിൽ പറയാൻ പറ്റാത്തൊരു വിധത്തിൽ ഞാനിപ്പോൾ ഇരിക്കുകയാണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു സന്തോഷമായ ഇത് സന്തോഷമായ ഉള്ളൊരു കാര്യമാണ്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടാൽ മതി. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു ക്ലൂ, ഇത്തിരി പോലുള്ള ഈ നാട്ടുകാർക്ക് നമ്മളുടെ ഈ ലോകത്ത് ഈ എല്ലാവരും കാണുന്നൊരു സാധനമാണത്. എല്ലാവർക്കും അത് വിശ്വാസമാണ്. അപ്പം ഈ 2 ക്ലൂവാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നത്. അതാകുമ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കുക അതെന്തുമായിരിക്കും. നിങ്ങൾ അങ്ങനെ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം ആലോചിച്ചാൽ കിട്ടത്തില്ല. ഈ വീഡിയോ ഫുൾ കണ്ട് തീർന്നിട്ട് നിങ്ങൾ നേരെ തന്നെ കമൻറ്റിലോട്ട് പോവുക. കമൻറ്റിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക, ഇന്നതാണ് കാരണം. നിങ്ങൾ കുറച്ചൊന്നും ആലോചിച്ചിട്ട് മതി. ഇനി ഇപ്പം നിങ്ങൾക്ക് അത് തോറ്റാലും സാരമില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത് പറ്റാം എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇടാം. ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, അത് മാത്രമല്ല എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടി. അപ്പം അതാവുമ്പോൾ പിന്നെ വിശ്വസിക്കുന്ന കാര്യം എന്തായിരിക്കും? ആദ്യമേ വിശ്വസിക്കുന്ന കാര്യം അത് കേട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ 2 ഒന്നാണ് എങ്കിലും ആ 2 എണ്ണത്തിനുള്ള ആൻസർ ഒരെണ്ണത്തിൽ തന്നെയുണ്ട്. അതാണ്. അപ്പം അതെന്തോ സാധനം ഇന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞു തരത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. ഞാൻ പറഞ്ഞു തരത്തില്ല. നിങ്ങൾ നേരെ കമൻറ്റിൽ പോവുക, അത് കേടുക. റിലീസ് ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. ഇപ്പം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്കിലും ഞാൻ എന്നും വന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അങ്ങ് പോവാം. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു ചലഞ്ചാണ്. കാരണം ഞാൻ നേരത്തെ ഒരു ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരൊക്കെ ശരിയാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ പുതിയ ചലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ടങ് ട്വിസ്റ്ററാണ്. അത് ടങ് ട്വിസ്റ്റർ എന്നറിയാത്തവരുണ്ടെങ്കിൽ നാക്കുളിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല. ഭയങ്കര സ്പീഡ് നമ്മൾ ആ ഫസ്റ്റ് ടൈം പറഞ്ഞിട്ട് പിന്നെ കുറേ 5 ടൈമൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങ് ഒന്നായിപ്പോകും. അതാണ് അത് 2 എണ്ണം ഞാൻ പറയാം. പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എങ്കിലും രണ്ടാമത്തെ പറഞ്ഞു തരാം. 2 എണ്ണം പറയാവേ. ഒന്നാമത്തെ പറയാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് നിങ്ങൾ അതൊന്ന് പറഞ്ഞേക്കാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച പറഞ്ഞു കഴിയുമ്പോൾ ശരിയായി, ഓക്കെ, അത് ഓണാക്കാം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഓണാക്കിയിട്ട് 5 ടൈം നിങ്ങൾ ഇത് പറയാം. 5 ടൈം പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞാൽ അത് കമൻറ്റ് അതും കൊണ്ട് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞ എന്താണ് സർപ്രൈസ് ഉള്ള അത് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്ന അതും അതിൻ്റെ ആൻസർ എഴുതുന്നു. ചുമ്മാ എഴുതത്തില്ലേ, ആ ആൻസറിൻ്റെ കൂടെ തന്നെ ഏതൊക്കെ ഒന്നാമത്തെയാണോ പറ്റിയത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ശരിയായെങ്കിൽ രണ്ടാമത്തെ ശരിയായി, അന്ന് ഈ ഫസ്റ്റത്തെ 1 നോ, 2 യെസ്, അങ്ങനെ ഇടുക. അപ്പം നമുക്ക് മനസ്സിലായി അങ്ങനെ തെറ്റിപ്പോയത്. പിന്നെ ഇത് പിന്നെ എല്ലാവരും കിട്ടുന്നതാണ്. ഇത് പിന്നെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുക ആദ്യമേ മോളൊന്ന് പറഞ്ഞേ. ഞാൻ പറയാം, ഇപ്പം പറയാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. അത് ഒന്നാമത് ഇപ്പം ശരിയായ. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 3 ടൈമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 5 ടൈം പറയണം. കാരണം ഇത് ഞാൻ പോകുന്ന ഈ വീഡിയോ അതാണ്. പിന്നെ റെഡ് ബൾബും ബ്ലൂ ബൾബും എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും കേട്ട് പരിചയമുള്ളതല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പം അതാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അറിയാത്തവർ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഈ ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാക്കുകൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി. പിന്നെ ഈ 2 എണ്ണത്തിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുക. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ ഒന്ന് എടുത്തു നോക്കുക. അപ്പം എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലോട്ട് കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അതെന്തായിരിക്കും സർപ്രൈസ് എല്ലാവരും കാണണം. അങ്ങനെയുള്ള രീതിയിൽ അത് വിശ്വാസമുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പം അത് നമ്മൾ കമൻറ്റ് അങ്ങിടുക. ഈസി, അത്രേ ഉള്ളൂ. അപ്പം ഈ 2 എണ്ണത്തിന് ആൻസർ ഒരെണ്ണത്തിൽ തന്നെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ബൈ.